And that next question is from which topic? Let us see. ഇതും ഈ കാണിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ മോഷൻ ഇൻ പ്ലെയിൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നത്. അതിൽ ചോദ്യം ആംഗുലാർ മൊമെൻറ്റമാണ്. അതുകൊണ്ട് നമുക്കതൊരു മിക്സ്ഡ് കൺസെപ്റ്റാണ് ശരിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിനെ മോഷൻ ഇൻ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിനോട് കണക്ട് ചെയ്തിട്ട് പറയാം. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ബോഡി ഓഫ് മാസ് എം ഈസ് പ്രൊജക്റ്റഡ് വിത്ത് സ്പീഡ് യു മേക്കിംഗ് എൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് ദി ഗ്രൗണ്ട്. The angular momentum of the body about the point of projection at the highest point is expressed as √2 mu cube by xg, the value of x. This is a question. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണിച്ചിരിക്കുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു. Okay, so let us imagine this is the plane and there you can consider this is the projection. Okay, as per that the condition is ഈ കാണിച്ചിരിക്കുന്ന പ്രൊജക്ഷൻ്റെ കേസ് നമുക്ക് ഇങ്ങനെ എഴുതാം, മാർക്ക് ചെയ്യാം. So this is the velocity, okay, that is u. Let us mark it as u, and the projection angle is 45 degree is given there. ഇനി നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഹയസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് ഈ കാണിച്ചിരിക്കുന്ന പ്രൊജക്റ്റിനെ സമയത്ത് ദിസ് ഇസ് ദ ഹയസ്റ്റ് പോയിന്റ്. ഈ ഹയസ്റ്റ് പോയിന്റിൽ അതിൻ്റെ വെർട്ടിക്കൽ കോമ്പൗണ്ട് വെലോസിറ്റി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഓൺലി ദ ഹൊറിസോണ്ടൽ കോമ്പൗണ്ട് വെലോസിറ്റി പെർസിസ്റ്റ്. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ വെച്ച് ഈ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന എത്രയായിരിക്കും? h ആയിരിക്കും. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ആംഗുലാർ മൊമെൻറ്റം എന്നാണ്. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് r ക്രോസ് p ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു m ഇൻറ്റു നമുക്ക് എന്ത് കൊടുക്കാം? r ക്രോസ് v എന്ന് കൊടുക്കാം. അപ്പോൾ വിക്ക് ഈ വി എന്ന് പറഞ്ഞിരിക്കുന്ന വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ കോമ്പോണൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ h ആയിരിക്കും. സോ ദാറ്റ് എം ഇൻറ്റു ഈ ആറിന് പകരം ഞാൻ എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ഇൻറ്റു വി എന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ എന്ന് എഴുതി വയ്ക്കും. ഇനി ഇവിടെ ഈ വാല്യൂ ഓഫ് തീറ്റ ഇസ് ഗിവൺ, ദാറ്റ് ഈസ് 45 ഡിഗ്രി നമുക്കിവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സൈൻ 45 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 1/√2 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ 45 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതിയേക്കാം? 1/2 എന്ന് എഴുതിയേക്കാം. അതുപോലെ തന്നെ കോസ് 45 ഈസ് ഓൾസോ എത്രയാണ്? 1/√2 ആണ്. ഈ വാല്യൂസ് എല്ലാം നമ്മളതിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എം ഇൻറ്റു യു സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ 45നെ ഞാൻ 1/2 എന്ന് എഴുതി ഇൻറ്റു യു ഇൻറ്റു കോസ് 45 1/√2 ഹോൾ ഡിവൈഡ് ബൈ നമുക്ക് എന്ത് കൊടുക്കാം? 2g എന്ന് കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു യു ക്യൂബ് ഡിവൈഡഡ് ബൈ ഈ കാണിച്ചിരിക്കുന്ന വാല്യൂ നമുക്ക് 4√2g എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ആംഗുലാർ മൊമെൻറ്റ് ഇത്രയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് എക്സിൻ്റെ വാല്യൂയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഈ റിസൾട്ടിനെ നമ്മളൊന്ന് മാറ്റി എഴുതണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ കിട്ടും. ജസ്റ്റ് ഈക്വൽ ടു √2m u ക്യൂബ് ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു 4√2g എന്ന് കിട്ടും. ഓക്കെ, 4√2 ഇൻറ്റു 2√2 എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഉണ്ടാവുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 8 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന വാല്യൂവിനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. √2m u ക്യൂബ് ഡിവൈഡഡ് ബൈ 8g എന്ന് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ആണ് ചോദ്യം. ആ വാല്യൂ ഓഫ് എക്സിൻ്റെ സ്ഥാനത്തൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 8 എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ദ 8 എന്നായിരിക്കും.